പ്രഭു ശ്രീരാമനും സഹോദരന്മാരും വിവാഹശേഷം അവരവരുടെ വധുവിനോടൊപ്പം അയോധ്യയിലേക്ക് മടങ്ങിയെത്തി. അവിടെ അവർക്ക് ഗംഭീരമായ ഒരു സ്വീകരണവും ആതിഥ്യ മര്യാദയും ഒരുക്കി. ചടങ്ങുകൾക്ക് ശേഷം വിവാഹ ആചാരപ്രകാരം എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. ആ സമയത്ത് മാതാ സുമിത്ര എല്ലാവരോടുമായി പറഞ്ഞു, നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ഇന്ന് നിങ്ങൾ എല്ലാവരും ഭക്ഷണം കൈ വളയ്ക്കാതെ കഴിക്കുക. ഇത് കേട്ട് എല്ലാവരും അമ്പരന്നു. ശത്രുഘ്നൻ കൈമുട്ടാതെ ഭക്ഷണം കഴിക്കാൻ ആദ്യം ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ ശ്രമം കണ്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ശത്രുഘ്നൻ മാതാ സുമിത്രയോട് ഇങ്ങനെ ചോദിച്ചു, മാതേ, ഈ ആചാരം എങ്ങനെയാണ് ശരിയായ രീതിയിൽ ചെയ്യേണ്ടത്? ദയവായി പറഞ്ഞു തരൂ. ഇത് കേട്ട് പ്രഭു ശ്രീരാമൻ മൃദുവായി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അദ്ദേഹം അല്പം ഭക്ഷണം എടുത്ത് കൈ വളയാതെ മാതാ സീതയ്ക്ക് നൽകി. പ്രഭു ശ്രീരാമനെ അനുകരിച്ചുകൊണ്ട് മാതാ സീത അതുപോലെ തന്നെ മാണ്ഡവിക്കും ഭക്ഷണം നൽകി. ഇങ്ങനെ എല്ലാവരും പരസ്പരം സ്നേഹത്തോടെ അവരവരുടെ കൈകൊണ്ട് മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് ആ ആചാരം ഭംഗിയായി പൂർത്തിയാക്കി. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഒത്തൊരുമയുടെയും പ്രതീകമായി പ്രഭു ശ്രീരാമന്റെ കുടുംബത്തിലെ ആ മനോഹരമായ ആചാരം അങ്ങനെ പൂർത്തിയാക്കപ്പെട്ടു. പ്രഭു ശ്രീരാമന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ശ്രീറാം.